amour pour moi, son amour pour moi. Il m'a libéré, ma dette est payée. Je suis enfant de Dieu, je suis à lui. Il m'a racheté à la croix grâce à son deuil. J'étais esclave du péché, mais il m'a sauvé. Jésus m'a sauvé. Il m'a libéré, ma dette est payée. Je suis enfant de Dieu, je suis à lui. Et dans sa maison, j'ai trouvé ma place. Je suis enfant de Dieu, je suis à lui. Je suis choisi et affranchi. En toi je sais qui je suis. Tu es pour moi, pas contre moi. En toi je sais qui je suis. Je suis choisi et affranchi. En toi je sais qui je suis. Tu es pour moi, pas contre moi. En toi je sais qui je suis. En toi je sais qui je suis. Il m'a libéré, ma dette est. It's living every moment like it could be our last. For our hearts are restless till they rest in love's caress. And the moments we remember, they interleave our hearts like a tapestry surrounding us that we forget to touch. It's why we wake up every morning. It's why we seek each other's smile. It's why we know that it's all worth it. It's why we hold on, we make the sacrifice. It's in the eyes of a child as you hold her in your arms, and your heart starts to beat once again, and your world is reborn in the freshness of
ദിവ്യകാരുണ്യം സ്വീകരിച്ചിടുവാൻ ആർത്തരായി നിൽക്കുന്നു ഞങ്ങൾ. സ്നേഹമേ ദിവ്യകാരുണ്യം സ്വീകരിച്ചിടുവാൻ ആർത്തരായി നിൽക്കുന്നു ഞങ്ങൾ. സ്നേഹമേ ശിഷ്യർക്ക് അപ്പവും വീഞ്ഞും നൽകി. നാമം പൂജിതമാകണമേ
രാജ്യം വന്നിടണമേ പരിശുദ്ധൻ പരിശുദ്ധൻ Oh,
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരത്തോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങേ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ മമ്മ രാജാവേ, പാടും നിൻ പുകഴുന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. പാടുക ദൈവ സ്തുതിഗീതം. വാഴ്ത്താം അവനുടെ തിരുനാമം. ദൈവം നിത്യൻ സ്തുത്യർഹൻ. ജനരാശികളുടെ മധ്യേ നിൻ സ്തുതിഗീതം പാടിയിടും. വളരജനത്തിൻ മുൻപിൽ നിൻ സ്തുതി പാടി വണങ്ങിയിടും. അങ്ങയുടെ സ്നേഹത്തിന് പരിമളം ഞങ്ങളെ വീശുകയും അങ്ങയുടെ സത്യത്തിന് ഞാൻ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവുന്ന ഞങ്ങളുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാവട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ ഒടിഞ്ഞൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാലും എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെ
സകലത്തിന്റെയും നാഥനായ എന്നേക്കും. എന്റെ കർത്താവേ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് തുല്യം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, വെളിപാട് പുസ്തകത്തിനുള്ള വായന. അവസാനത്തെ 7 മഹാമാരികൾ നിറഞ്ഞ 7 പാത്രങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ വന്നെന്നോട് പറഞ്ഞു, വരൂ, കുഞ്ഞാടിന്റെ മണവാട്ടിയെ നിനക്ക് ഞാൻ കാണിച്ചു തരാം. അനന്തരം അവൻ ഉയരമുള്ള വലിയൊരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി. സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്നിറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. അതിന് ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു. അതിന്റെ തിളക്കം അമൂല്യമായ രക്തത്തിനും സൂര്യകാന്തി കല്ലിനോടൊപ്പം അത് സ്ഫടികം പോലെ നിർമ്മലം. അതിന് ബൃഹത്തും ഉന്നതമായ മതിലും 12 കവാടങ്ങളും ഉണ്ടായിരുന്നു. ആ കവാടങ്ങളിൽ 12 ദൂതന്മാർ. കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു. കിഴക്ക് 3 കവാടങ്ങൾ, വടക്ക് 3 കവാടങ്ങൾ, തെക്ക് 3 കവാടങ്ങൾ, പടിഞ്ഞാറ് 3 കവാടങ്ങൾ. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനങ്ങളുണ്ടായിരുന്നു. അവയിന്മേൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുകളും. എന്നോട് സംസാരിച്ചവരെടുക്കൽ നഗരവും അതിന്റെ കവാടങ്ങളും മതിലുകളും അളക്കാൻ സ്വർണം കൊണ്ടുള്ള അളവുകോൽ ഉണ്ടായിരുന്നു. നഗരം സമചതുരമായി സ്ഥിതി ചെയ്യുന്നു. അതിന് നീളത്തോളം തന്നെ വീതി. അതിന് ആ ദണ്ടുകൊണ്ട് നഗരം അളന്നു.
10,000 സിദിയോൻ. അതിന് നീളവും വീതിയും ഉയരവും തുല്യം. അവൻ അതിന്മേൽ മതിലും അളന്നു. മനുഷ്യന്റെ തോതനുസരിച്ച് 144 മുഴം അതിന് തന്നെ ദൂതിന്റെ തോതും. മതിൽ സൂര്യകാന്തം കൊണ്ട്, നഗരം തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചതും സ്ഫടിക തുല്യം നിർമ്മലവുമായിരുന്നു. നഗരപതിന്റെ അടിസ്ഥാനങ്ങൾ എല്ലാത്ത രത്നങ്ങൾ കൊണ്ട് അലങ്കൃതം. ഒന്നാമത്തെ അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് ഇന്ദ്രനീലം, മൂന്നാമത്തേത് വൈദൂര്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് ഗോമേതകം, ആറാമത്തേത് മാണിക്യം, ഏഴാമത്തേത് ചന്ദ്രകാന്തം, എട്ടാമത്തേത് പത്മരാഗം, ഒൻപതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് പവിഴം, 11ാമത്തേത് വജ്രം, 12ാമത്തേത് സൗഗന്ധികം. 12 കവാടങ്ങൾ 12 മുത്തുകളായിരുന്നു. കവാടങ്ങളിൽ ഓരോന്നും ഓരോ മുത്തുകൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരുന്നു. നഗരത്തിലെ തെരുവീതി അച്ച് സ്ഫടിക തുല്യമായ തനിതങ്കമായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മല്ലോരാസേവിൻ വരദാരി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമരുവാൻ ഞാനൊരുങ്ങിടട്ടെ. നീറ്റമനോഹരങ്ങൾ ഭൂമികൾ കൈകൾ ലോകികൾ പോലെ നാമിപ്പോൾ. നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അവൻ തന്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും അവർക്ക് അധികാരം നൽകി. ആ 12 അപ്പസ്തോലന്മാരുടെ പേരുകൾ: ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസ്, സബദിയുടെ പുത്രനായ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയ, തോമസ് ചുങ്കക്കാരൻ മത്തായി, ഹെൽപ്പിയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കാലൻകാരൻ ശിമയോൻ, യേശുവിനെ ഒറ്റുകൊടുത്ത യൂദാസ് കറിയാത്ത. ഈ 12 പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: നിങ്ങൾ വിജാതിരുടെ അടുത്തേക്ക് പോകരുത്, സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്. പ്രതിത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുകളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണ്ണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരിപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടെ വിടുന്നത് വരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ
നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവിൻ. വിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സൊദോം ഗൊമോറ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസം ഉണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കാലത്തിലെ ഏറ്റവും ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. കൈത്തക്കാലത്തിനും 7 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ആരാധനാക്രമ മത്സര കാലഘട്ടമാണ് കൈത്ത. കൈത്ത എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വേനൽ എന്നാണ് എന്റെ അർത്ഥം. നമുക്കറിയാവുന്നതുപോലെ വേനൽക്കാലത്താണ് പഴമൂലാദികൾ ശേഖരിക്കപ്പെടുന്നത്. ഫലം ശേഖരിക്കുന്ന ഒരു കാലഘട്ടമാണ് വേനൽക്കാലം. അതുകൊണ്ട് തന്നെ ഈ കൈത്തക്കാലത്തെ ഫലാഗമന കാലം എന്നും വിളിക്കാറുണ്ട്. ഇതിനെ ആദ്യ ഞായറാഴ്ചയെ ദൈവത്തിന്റെ ദിവസം എന്നാണ് പേർഷ്യൻ കലണ്ടർ അനുസരിച്ച് വിളിക്കപ്പെടുന്നത്. അവരുടെ കലണ്ടറിന്റെ പുതുവർഷത്തിന്റെ ആദ്യ ഞായറാഴ്ചയാണ് ഇന്ന്. അതുകൊണ്ട് ഇതിനെ ദൈവത്തിന്റെ ദിവസം എന്നാണ് വിളിക്കപ്പെടുന്നത്. ഈ ദൈവത്തിന്റെ ദിവസത്തിൽ തന്നെ യേശുവിനെ സ്വന്തമായി മാറ്റുക, യേശുവിനെ ഒരു സ്നേഹിതനായി മാറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമയമാണ് കൊച്ചു ത്രേസ്യായെ സംബന്ധിച്ചിടത്തോളം. തൻ്റെ ജീവിതത്തിന്റെ യാത്രയിലുടനീളം ഒരു യാത്രികനായി, അനുഗമിക്കുന്നവനായി, കൂടെ നടക്കുന്നവരും സംരക്ഷിക്കുന്നവരും ഒക്കെ സ്നേഹിതരും പങ്കുവയ്ക്കുവാനായിട്ടും ഹൃദയത്തിന്റെ വേദനകളും ദുഃഖങ്ങളും ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും അടുത്ത കൂട്ടുകാരനുമായി ഈശോ ഇന്ന് കൊച്ചു ത്രേസ്യായ്ക്ക് മാറുകയാണ്. ഉള്ളിന്റെ ഉള്ളിൽ അപ്പത്തിന്റെ രൂപത്തിൽ വരുന്നവൻ തന്നെ രക്ഷിക്കുമെന്നുള്ള പരിപൂർണ ബോധ്യം, അവന്റെ കയ്യിൽ ഞാൻ സുരക്ഷിതനാണ് എന്നുള്ള ബോധ്യം ഇന്ന് കൊച്ചു ത്രേസ്യായ്ക്ക് ലഭിക്കുകയാണ്. അമേരിക്കയില് വംശീയ കലാപങ്ങൾ കൊടുമ്പിരി കൊണ്ടിരുന്ന ഒരു സമയത്ത് കറുത്ത വർഗക്കാരും വെളുത്തുവരും തമ്മിലുള്ള ശീതയുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയം, പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാതെ ഇങ്ങനെ വിഷമിച്ചു കൊണ്ടിരുന്ന സമയത്ത് അബ്രഹാം ലിങ്കൻ അദ്ദേഹം ഒരു രാത്രിയിൽ തന്റെ സ്വകാര്യ മുറിയിലേക്ക് കടന്നു. ആ സ്വകാര്യ മുറിയിലേക്ക് കടന്ന് ബൈബിൾ എടുത്ത് ആ ബൈബിളിലെ വചനങ്ങൾ വായിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ബൈബിൾ വായിച്ച് ആ ബൈബിളിന് പുറത്ത് കമിഴ്ന്നു കിടന്ന് അദ്ദേഹം ഉറങ്ങിപ്പോയി. അമേരിക്കയെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ, സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള ദൈവത്തിന്റെ വെളിപാട് ആ രാത്രിയിൽ അബ്രഹാം ലിങ്കന് ലഭിച്ചുവെന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. ജീവിതത്തില് ഫലം നൽകാനായിട്ടുള്ള നല്ല സമയമാണ് കൈത്തക്കാലം. ഇന്ന് ഫലം നൽകേണ്ടത് ദൈവത്തിന്റെ വചനം വായിച്ച്, വചനം ഗ്രഹിച്ചു ധ്യാനിച്ചുമാണ്. എന്നും വചനം വായിക്കാൻ, എന്നും വചനം ധ്യാനിക്കാൻ. ജീവിതത്തിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അബ്രഹാം ലിങ്കനെ പോലെ വചനത്തിന്റെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാനായിട്ടുള്ള ദൈവിക വെളിപാടിൽ ഒരു മിനറൽ ദൈവത്തിന്റെ വചനമാണ് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ആത്മീയ വളർച്ചയിലേക്ക് നയിക്കുന്നത് പ്രത്യേകിച്ചും ദിവ്യകാരുണ്യമാകുന്ന ദിവ്യൗഷധം ആത്മീയ തലത്തിലേക്ക് ഉയരാൻ നമ്മളെല്ലാവരെയും സഹായിക്കുന്നത്. ഈ അനുഭവമാണ് കൊച്ചു ത്രേസ്യായ്ക്ക് ഇന്നുണ്ടാവുന്നത്. ഉദാശകളും ദിവ്യകാരുണ്യവും പ്രത്യേകിച്ച് ഈ രണ്ട് മിനറൽസിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ആത്മീയ യാത്ര നടത്താൻ ഈ മകൾക്കും നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതാണ്. നമുക്കറിയാം, ചില മരങ്ങളുണ്ട് ഒരുപാട് മനോഹരമായിട്ട്, അതുകൊണ്ട് തിങ്ങി നിൽക്കുന്ന, മനോഹരമായി നിൽക്കുന്ന ഒരു വൃക്ഷത്തെ കണ്ടുകൊണ്ട് ഇത് നല്ലതാണെന്ന് പറയാൻ നമുക്കാവില്ല. ഭംഗിയായിരിക്കുക എന്നുള്ളതല്ല നമുക്ക് പ്രധാനപ്പെട്ടത്, മറിച്ച് ഫലം ചൂടുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ഫലം എന്ന് പറയുന്നത് ലാളിത്യത്തിന്റെ, എളിമയുടെ ഫലം. സൃഷ്ടമായ മനുഷ്യന്റെ മുമ്പില് അവനെ എളിമ പഠിപ്പിക്കാൻ ജീവിതത്തിൽ എന്നും ലാളിത്യമാണ് പുലർത്തേണ്ടത്. എളിമയുടെ വേറൊരു ഭാവം കൂടിയാണ് ഈ ലാളിത്യം എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ എല്ലാ മനുഷ്യർക്കും, വളരെ ചുരുക്കം ചിലർക്കേ ഉള്ളൂ ഈ ഗോതമ്പപ്പത്തിന് ഒരു അലർജിയായി ഭക്ഷണമാവാനായിട്ട് സാധിക്കുന്ന
ഒരു ചെറിയ ഓസ്തിയായി ഈശോ ചുരുങ്ങി എങ്കില് നമ്മളെല്ലാം ഈ ലാളിത്യത്തിന്റെ ഭാവം നമ്മൾ സ്വീകരിക്കണം. എല്ലാ മനുഷ്യർക്കും സമൃദ്ധിയിൽ ജീവിക്കുമ്പോഴും ഇല്ലായ്മയെ പറ്റി മനസ്സിലാക്കാനുള്ള കാഴ്ചപ്പാടി കുഞ്ഞിനുണ്ടാവണം. താഴെ സാമ്പത്തികമായി ഞെരുക്കമുള്ളവരെ കാണുമ്പോൾ അവരെ കണ്ണുനീരോടെ കെട്ടിപ്പിടിക്കാൻ ആശ്ലേഷിക്കാൻ പറ്റുന്ന ക്രിസ്തീയ ആധ്യാത്മികത ഈ ലാളിത്യത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. അതൊന്നുമില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ക്രിസ്ത്യാനിയാവും? ഈ അപ്പം ഭക്ഷിക്കുന്നത് കൊണ്ട് എന്തു മെച്ചമുണ്ടാവും? അതുകൊണ്ടല്ലേ ഒരപ്പം തന്നെ മുറിച്ച നമുക്കെല്ലാം തരുന്നത്. നമ്മളെല്ലാം ഒന്നാണെന്നുള്ള ചിന്തയാണ്, ഒരു വ്യത്യാസവുമില്ല. നമ്മളെല്ലാം ഒരേ പാത്രത്തിൽ നിന്ന് കഴിക്കുന്നു. പൗലോസ്ലീഹ എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്, ഒരേ അപ്പത്തിൽ നിന്നും ഒരേ പാത്രത്തിൽ നിന്നും കഴിക്കുന്ന നമ്മളാണ്. നമ്മളെല്ലാം ഒന്നാണെന്നുള്ളൊരു ചിന്ത. സർവ മനുഷ്യരും, എന്റെ മുമ്പിൽ വരുന്ന മനുഷ്യരെല്ലാവരും ഒന്നാണ്. അതെന്റെ സഹോദരനാണ്, സഹോദരിയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ലാളിത്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. മൂന്നാമതായിട്ട് വിശുദ്ധിയാണ്. വിശുദ്ധി ഇന്ന് ഒരു ഫാഷനല്ലാതെയായിട്ട് മാറിയിട്ടുണ്ട്. എന്റെ മുമ്പിലിരിക്കുന്ന ഈ കാർന്നോമാർക്ക് ഒരു പക്ഷെങ്കിൽ മനസ്സിലാവും, ചെറുപ്പകാലത്തിലെ നമ്മുടെയൊക്കെ ഒരു ഹീറോയുണ്ട്. ഒരു ഹീറോ മരിയ ഗൊരേത്തി എന്ന് പറയും. മരിയ ഗൊരേത്തി ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാ. മരിയ ഗൊരേത്തി അത്ര ഫാഷനബിൾ ആയിട്ടുള്ള ഒരു വിശുദ്ധി അല്ല ഇന്ന്. കാരണം അതുകൊണ്ട് ആ പിള്ളേര് ഈ ഒരു പേര് ഉപയോഗിക്കുന്നില്ല, മരിയ ഗൊരേത്തി എന്നുള്ളത്. ചെറിയ പ്രായത്തില് 10-12 വയസ്സുള്ള പ്രായത്തില് അലക്സാണ്ടർ എന്ന വ്യക്തി അവളെ നശിപ്പിക്കാൻ, അവളുടെ ജീവിതത്തെ നശിപ്പിക്കാനായിട്ട് കടന്നു വന്നപ്പോ പാപം ചെയ്യില്ല, പാപത്തേക്കാൾ മരണമെന്ന് പറഞ്ഞുകൊണ്ട് അവള് രക്തസാക്ഷിത്വം വരിച്ചു. 10-22 പ്രാവശ്യം ആ കടാര ആ ശരീരത്തിലേക്ക് കുത്തിയേൽപ്പിച്ചത്. പെട്ടെന്ന് അവളെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി പരിചരിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പക്ഷേ ആശുപത്രിയിൽ കൊണ്ടുപോയി പരിചരിക്കുന്ന സമയത്ത് ഓടി അച്ഛനെ വിളിച്ചുകൊണ്ട് വന്ന് അവൾ ഫ്രാൻസിസ്കൻ 3-ാം സഭയിൽ അംഗമായി. അതിനുശേഷം അവള് ആ അച്ഛനോട് പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, എനിക്ക് അലക്സാണ്ടറിനോട് പരിഭവമില്ല, അലക്സാണ്ടറിനോട് ഞാൻ നിരുപാധികമായി ക്ഷമിക്കുന്നു. വെറും 11-12 വയസ്സുള്ള പെൺകുട്ടി വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ, രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറായ ആ വിശുദ്ധി ഈ കുഞ്ഞുങ്ങൾക്ക് ധീരമായ പ്രചോദനമാകണം. ഇവർക്ക് വായിക്കാൻ കൊടുക്കേണ്ടത് വിശുദ്ധരുടെ പുസ്തകങ്ങളാണ്. കാർട്ടൂൺസ് അല്ല, ഗെയിമുകളല്ല, മറിച്ച് വിശുദ്ധരുടെ പുസ്തകങ്ങൾ കണ്ട് ധീരമായി രക്തസാക്ഷിത്വം വരിക്കാൻ വരെ മുന്നോട്ട് പോകാൻ പറ്റുന്ന, വിശുദ്ധി നഷ്ടപ്പെടുത്താതിരിക്കാൻ പറ്റുന്ന നല്ല കുഞ്ഞുങ്ങളായി വളർത്താൻ നമുക്കാവണം. അതുകൊണ്ട് ഇന്നത്തെ വെളിപാടിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത്, സഭയെ കുറിച്ച് മനോഹരമായിട്ടാണ് യോഹന്നാൻ ഉണ്ടായ ദർശനം പറയുന്നത്. ഗിരിശൃംഗത്തിലേക്ക് യോഹന്നാനെ ഒരു ദൂതൻ കൊണ്ടുപോയി. അവിടെ ജെറൂസലേം താഴേക്ക് ദൈവത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട ജെറൂസലേം നഗരത്തെ നോക്കിക്കൊണ്ട് യോഹന്നാൻ കാണുന്നത് ദൈവത്തിന്റെ അതേ ചൈതന്യമായിരുന്നു ആ ജെറൂസലേം ദേവാലയത്തിന്. സഭയ്ക്ക് ദൈവത്തിന്റെ അതേ ചൈതന്യമാണ്. സഭയെന്ന് പറഞ്ഞാൽ നമ്മളാണെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ അതേ ചൈതന്യമാണ് നമുക്കുണ്ടാവേണ്ടത്. ഈ കുഞ്ഞിന്റെ ജീവിതത്തില് ദൈവത്തിന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന അനുഭവമാവട്ടെ. അങ്ങനെ ഇവള് വിശുദ്ധിയിൽ വളരാൻ മൂന്നാമതായിട്ട് ആത്മസംയമനമാണ്. ഈ കുഞ്ഞിനെ പഠിപ്പിക്കേണ്ടത് ആത്മസംയമനമാണ്. കാണുന്നതെല്ലാം വേണമെന്നുള്ള ആഗ്രഹമല്ല, പലതും വേണ്ടെന്ന് വയ്ക്കാൻ, മാറ്റിവെക്കാൻ, പങ്കുവയ്ക്കാൻ, അങ്ങനെയുള്ള ആത്മസംയമനം ഈ കുഞ്ഞിനെ നിങ്ങൾ പഠിപ്പിക്കണം. പലതും വേണ്ടെന്ന് വെക്കാൻ, മാറി നിൽക്കാൻ, മറ്റുള്ളവർക്ക് കൊടുക്കാൻ, കഷ്ടപ്പെട്ടുകൊണ്ട് പട്ടിണി കിടന്നുകൊണ്ട് കിട്ടുന്ന ഭക്ഷണം പാവപ്പെട്ടവർക്ക് പങ്കുവയ്ക്കാൻ ഈ കൊച്ചിനെ പഠിപ്പിക്കുമ്പോൾ, ദേഷ്യമുണ്ടാകുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കാൻ, ദുഃഖമുണ്ടാകുമ്പോൾ കണ്ണു തിരുമ്പിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കാൻ ആത്മസംയമനം ഇവിടെ പഠിപ്പിക്കണം. എത്ര പ്രകോപനം ഉണ്ടാവുന്ന രംഗങ്ങളിൽ ശാന്തത കൈവടിയാതിരിക്കാൻ യേശുവിന്റെ മനോഭാവത്തെ ഉൾക്കൊള്ളണം.
കുത്തി മുറിവേൽപ്പിക്കുന്നവന്റെ മുമ്പിലും ശാന്തമായി നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ ഈ കുഞ്ഞ് എന്നും ആത്മസംയമനം പാലിക്കുന്ന കുഞ്ഞാണ്. 4 ഫലങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 1 എളിമ, 2 ലാളിത്യം, 3 വിശുദ്ധി, 4 ആത്മസംയമനം. ഈ 4 പുണ്യങ്ങൾ കൊണ്ട് ഈ കൈത്തക്കാലം മാത്രമല്ല, ഈ കൊച്ചുദർശിയായുടെ നമ്മുടെയൊക്കെ ജീവിതം എന്നും ഫലം ചൂടുന്ന ഒന്നായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടിയിരിക്കുന്ന എല്ലാവരും കൊച്ചുദർശിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ ആവോളം അനുഭവിക്കാൻ, ആ കരുണ മറ്റുള്ളവർക്ക് കൊടുക്കാൻ, അപ്പനും അമ്മയ്ക്കും എന്നും താങ്ങും തണലുമായി നിൽക്കാൻ, മാറിപ്പോകാതിരിക്കാൻ, ചേർത്ത് പിടിക്കാൻ, എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു ഉപകരണമായി കൊച്ചുദർശിയ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ദിവസത്തിന്റെ എല്ലാ മംഗളം നേർന്നുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവേ, ആശ്വസ്തനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിനെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോകത്തിന്റെയും സകല സഹോദരനെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനും എല്ലാ രാജ്യങ്ങൾക്കും അഭയവസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമൃദ്ധമായ വിളവുകൾക്കും സുഭിക്ഷമായ മത്സരത്തിനും ലോകം മുഴുവന്റെയും ഐശ്വര്യത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ മുഴുവനെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് ബാബായുടെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജറാസ് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ ജോസ് മെത്രാന്റെയും അവരുടെ സഹശുശ്രൂഷികളുടെയും ക്ഷേമത്തിനു വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരകത്താൽ തെരഞ്ഞെടുത്ത അങ്ങയുടെ ജനമായ ജനം മുഴുവന്റെയും കടകടവൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈപ്പിനാതരമൊരുക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാമർത്ഥ്യവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ ബലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ഭോജനം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ തന്റെ പിതാവിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. കാരുണ്യമേ ഹൃത്തിനാനന്ദമേ ദിവ്യകൂദാശയായെന്നിലലിയൂ സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ ദിവ്യകാരുണ്യമേ ഹൃത്തിനാനന്ദമേ ദിവ്യകൂദാശയായെന്നിലലിയൂ സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ മഴയായി പൊഴിയൂ മനസ്സിൻ പൂവിൽ സ്നേഹക്കുളിരായി നിറയൂ ഇന്നൻ ഹൃത്തിൽ നിത്യം ആരാധനാസ്തുതി നാഥാ നിത്യം ആരാധനാസ്തുതി നാഥാ ഒരപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം ആപ്പാതെയർപ്പിക്കാം സ്നേഹം ഒരപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം ആപ്പാതെയർപ്പിക്കാം ദിവ്യ സൗഭാഗ്യം അങ്ങെന്റെ സ്വന്തം ദിവ്യ സൗഭാഗ്യം അങ്ങെന്റെ സ്വന്തം ആത്മാവുണർന്നു നിൻ സ്തുതിഗീതികളായി മഴയായി പൊഴിയൂ മനസ്സിൻ പൂവിൽ സ്നേഹക്കുളിരായി നിറയൂ ഇന്നൻ ഹൃത്തിൽ നിത്യം ആരാധനാസ്തുതി നാഥാ നിത്യം ആരാധനാസ്തുതി നാഥാ കാലം മേലിൽ എന്നാഥനൊപ്പം അങ്ങൻ പാതയും ലക്ഷ്യവും ഭൂവിൽ ഞാനുള്ള കാലം മേലിൽ എന്നാഥനൊപ്പം അങ്ങൻ പാതയും ലക്ഷ്യവും പാരിൻ ദുഃഖങ്ങൾ സർവം നിസാരം പാരിൻ ദുഃഖങ്ങൾ സർവം നിസാരം പുണ്യപ്പൂക്കാലമായി യേശുവെന്നരികെ ദിവ്യകാരുണ്യമേ ഹൃത്തിനാനന്ദമേ ദിവ്യകൂദാശയായെന്നിലലിയൂ
സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൻ പൂവിൽ, സ്നേഹക്കുളിരായി നിറയൂ ഇന്നെൻ ഹൃത്തിൽ. നിത്യം ആരാധനാ സ്തുതിനാഥ, നിത്യം ആരാധനാ സ്തുതിനാഥ. കടങ്ങളുടെ മോചനത്തിനായി ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെ കുറിച്ച് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായ സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെ നാഥനായ നീക്കും. Amen.
stars of night. I will make the darkness bright. Who will bear my light to them? Whom shall I send? Here I am, Lord. Is it I, Lord? I have heard you calling in the night. I will go, Lord, if you lead me. I will hold your people in my heart. I, the Lord of snow and rain, I have borne my people's pain. I have wept for love of them. They turn away. I will break their hearts of stone, give them hearts for love alone. I will speak my word to them. Whom shall I send? Here I am, Lord. Is it I, Lord? I have heard you calling in the night. I will go, Lord, if you lead me. I will hold your people in my heart. I, the Lord of wind and flame, I will tend the poor and lame. I will set a feast for them. My hand will say, finest bread I will provide, till their hearts be satisfied. I will give my life to them. Whom shall I send? Here I am, Lord. Is it I, Lord? I have heard you calling in the night. I will go, Lord, if you lead me. I will hold your people in my heart. He takes you out and he takes you up, 'cause he can show you so much. I go to bed and tomorrow again
dirty games and the neon shows. This is the world he knows. Watching the stars satisfies my soul. Thinking of him makes me feel so cold. The fancy cars and the restaurants, you're just so fond of the man. Sometimes I wonder if you are blind. Can't you see he's got dirt on his mind? I'm not an actor, I'm not a star, and I don't even have my own car. But I'm hoping so much you will stay, that you will love me anyway. I'm not an actor, I'm not a star, and I don't even have my own car. I'm not an actor, I'm not a star, and I don't even have my own car. Lord, I come, I confess, bowing here, I find my rest. Without you, I fall apart. You're the one that guides my heart. Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness. Oh God, how I need you. നമുക്ക് ഈ ചെറിയ കർമ്മങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജീനുവും മഞ്ജുവും ഈ നെയ്യാറ്റിൻകരയിൽ ഈ ആദ്യ കുർബാന സ്വീകരണം വയ്ക്കാനെടുത്ത നല്ല തീരുമാനം, പ്രത്യേകിച്ച് അവരുടെ മാതാപിതാക്കന്മാരെ അന്ത്യമെന്ന ഈ ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേക അനുഭവമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നെയ്യാറ്റിൻകര അവരുടെ വാർത്ത ഭവനം തന്നെയാണ്. അപ്പോൾ അവിടെ ഈ അന്ത്യകുർബാന വെച്ചതിൽ നമുക്ക് സന്തോഷിക്കാം, നമുക്ക് ദൈവത്തെ ബന്ധപ്പെടാം. നിങ്ങളെല്ലാവരെയും ഈ ചെറിയ റിസപ്ഷനിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊന്ന് ചേർന്ന് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് കുർബാന ആലപിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. ും
പരിശുദ്ധാത്മാവുമായ പ്രിയന്റെ ദൈവമേ, നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ സായം സന്ധ്യയിൽ ഇവിടെ ഒന്നിച്ചു കൂടുവാൻ നീ ഒരുക്കിയ അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ എന്തായിരിക്കുന്നു അതെല്ലാം നിന്റെ കൃപയാണ്. നിന്നെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. കർത്താവേ, മനോഹരമായ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. രാവിലെ മുതൽ ഇന്ന് ഈ സമയം വരെ നീ ഞങ്ങളെ കാത്തു പരിപാലിക്കുകയായിരുന്നു. ഉള്ളം കയ്യിൽ സംരക്ഷിച്ചു. കള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ വീട് നടക്കുന്നത് പോലെ ഞങ്ങളെപ്പോഴും നീ കാത്തു പരിപാലിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കൊച്ചു ത്രസിയായിട്ട് ആദ്യ കുർബാന സ്വീകരണം, ഈ വിശുദ്ധ കുർബാനയും ഞങ്ങൾ ഒത്തുചേരലിനെയും നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, നിത്യം നിന്നോട് കൂടെ വസിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ ആശീർവദിക്കണമേ. ഭക്ഷണമില്ലാത്ത മക്കളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സന്തോഷം കർത്താവെ സ്വർഗീയമാക്കി നീ മാറ്റണമേ. ഞങ്ങളെല്ലാവരും സ്നേഹത്തിൽ ഒന്നാകുവാൻ, പരസ്പരം മനസ്സിലാക്കുന്നവരും സ്നേഹിക്കുന്നവരുമായി തീരുവാൻ കർത്താവെ കൃപയാകണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ സഹായത്തിന് എപ്പോഴും ഉണ്ടാകണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സ്വീകരിച്ച ഈ ദിവസം തന്നെ നമുക്ക് സന്തോഷിക്കാൻ മറ്റ് ഒരു കാര്യം കൂടിയുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹമാവുന്ന ജീവനെ ലഭിച്ച രണ്ട് വ്യക്തികൾ അവരുടെ ജന്മദിനങ്ങൾ ആഘോഷിക്കുന്നത്. ഒന്ന് ഈമാൻ ടിജോ മോനാണ്. അവൻ്റെ മൂന്നാമത്തെ ജന്മദിനമാണ്. ഒപ്പം തന്നെ ജീവന്റെ ഡാഡിയായ ഡൊമിനിക് മാത്യുവിൻ്റെ ജൂലൈ 15-ാം തീയതി ജന്മദിനം ആഘോഷിക്കുന്നു. ഇത് എല്ലാം ഒന്നിച്ചേരുന്ന ഒരു മനോഹരമായ മംഗള മുഹൂർത്തമാണ് ഇന്ന്. അതുകൊണ്ട് ഇവരെ മൂവരെയും ഒപ്പം തീർച്ചയായി ജന്മദിനത്തിൻ്റെ കേക്ക് മുറിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ക്ഷണിക്കണം. നമുക്ക് അവരെല്ലാവരെയും സ്റ്റേജിലേക്ക് സ്വീകരിക്കാം. ഡൊമിനിക് മാത്യു, ഈവാൻ ടിജോ, ഉച്ചത്രസ്യ. ഇന്ന ദിവസം ദേവാലയത്തിന് വിശുദ്ധ കുർബാനയിലും കൊയർ ഗ്രൂപ്പായി മാറിയ ജോജിക്കും ടീമിനും ഇന്ന് ഈ റിസപ്ഷന്റെ സമയത്തും അവരുടെ മനോഹരമായ ഹൃദയസ്പർശിയായ ഗാനങ്ങളുണ്ടാകും.
യേശുവേ നിന്നെ ഞാൻ കാത്തിരിപ്പൂ എന്നാവിലൂടെ നിന്നെ ഉൾക്കൊള്ളുവാൻ യേശുവേ നിന്നെ ഞാൻ കാത്തിരിപ്പൂ എൻ്റെ പ്രാണന്റെ താളമാം യേശുനാഥ സ്നേഹമേ ജീവന്റെ അപ്പമേ അകതാരിനുള്ളിലായി വാഴാൻ വരൂ സ്നേഹമേ ജീവന്റെ അപ്പമേ അകതാരിനുള്ളിലായി വാഴാൻ വരൂ മനസ്സൊരുങ്ങും ഈ തിരുനിമിഷം യേശുവേ നിന്നെ ഞാൻ കൈക്കൊള്ളുവാൻ മനസ്സൊരുങ്ങും ഈ തിരുനിമിഷം യേശുവേ നിന്നെ ഞാൻ കൈക്കൊള്ളുവാൻ അകതാരിനുള്ളിൽ ചെറുസക്രാരി തീർത്തു യേശുവേ നിന്നെ ഞാൻ കാത്തിരിപ്പൂ അകതാരിനുള്ളിൽ ചെറുസക്രാരി തീർത്തു യേശുവേ നിന്നെ ഞാൻ കാത്തിരിപ്പൂ എൻ്റെ ആത്മസ്വരൂപനാം യേശുനാഥ സ്നേഹമായി എന്നാവിലിന്ന് അലിയും ദിവ്യകാരുണ്യമേ എന്നിൽ അലിഞ്ഞു നീയായി മാറാൻ അണയണമേ യേശുനാഥ സ്നേഹമേ ജീവന്റെ അപ്പമേ അകതാരിനുള്ളിലായി വാഴാൻ വരൂ സ്നേഹമേ ജീവന്റെ അപ്പമേ അകതാരിനുള്ളിലായി വാഴാൻ വരൂ We hide pain in the weirdest places. Broken souls with smiling faces, fighting for surrender. For now and the after, yeah. Just look around and you see that people are scared to say how they really feel. Oh, we all need a little honesty, yeah. You are love. Your heart's in 1,000 pieces. If you're lost and you're far from reason, just look up, know you are loved. Just look up, know you are loved. When it feels like something's missing, if it hurts but you can't find healing, just look up, know you are loved. Just look up, know you are loved. We're not made to be superheroes, photoshopped, all size zeros. A light not expected, but not quite perfected, yeah. Look up, see the sun is shining. There's hope on a new horizon. Calling you, it's calling. You are love. If your heart's in 1,000 pieces, if you're lost and you're far from reason, just look up, know you are loved. Just look up, know you are loved. When it feels like something's missing, if it hurts but you can't find healing,
someone else. You don't have to prove. നമുക്ക് നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നമ്മുടെ ഈ വേദിയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ബഷീറിയമോക്ക് ഒരു ആശംസ നൽകാനായി വരുന്ന ഒരു ചെറിയ നമ്മുടെ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന ഈ സമയത്ത് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമ്മുടെ കൊച്ചുമോക്ക് എന്റെ എല്ലാവിധ എപ്പോഴും അത് ഉണ്ടായിരിക്കും. എല്ലാവരും സർവേശ്വരൻ തരട്ടെ എന്ന് ഇല്ല ഇപ്പോഴും ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഓക്കെ. തൃശ്ശൂർ ഞാൻ എടുക്കുക കുറച്ച് കഴിയുമ്പോൾ വോട്ടിന്റെ സമയമായപ്പോഴും തൃശ്ശൂർ ഞാൻ എടുത്തോട്ടെ. അവസാനം എല്ലാവർക്കും വിഷമം തോന്നി. പുള്ളി ഇത്രയും നാൾ മത്സരിച്ചല്ലേ ജയിപ്പിച്ചേക്കാൻ വിചാരിച്ചു. എടുത്തു കഴിഞ്ഞപ്പോൾ ഈ തൃശ്ശൂർ ഞാൻ എടുത്താൽ ഇവിടെ ഇരിക്കും. ഇവിടെ സുരേഷ് ഗോപിയുടെ ഒരു കൂട്ടുകെട്ടുകൾ നമുക്കെല്ലാവരും ഒത്തിരി നമ്മൾ ആസ്വദിച്ചിട്ടുള്ളതാണ്. പഴയ കാലത്തേക്ക് നമ്മൾ പോകുമ്പോഴും ജയന്റെ ഒരു സ്റ്റൈലുണ്ട്. ഒരു JCB കിട്ടിയിരുന്നെങ്കിൽ ഒന്നമ്മാനമാണമായിരുന്നു. ഇന്നത്തെ എല്ലാ ആശംസകളും